ലോകമെമ്പാടുമുള്ള ആൾക്കാർ പുതുവർഷത്തെ വരവേറ്റിരിക്കുന്നു. ഓസ്ട്രേലിയയിലെ മെൽബണിലും സിഡ്നിയിലും ഒക്കെ പുതുവത്സരം ഗംഭീരമായിട്ടാണ് ആഘോഷിച്ചത്. അവിടെയും ഒരുപാട് ആഘോഷ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. ഓപ്പറ ഹൗസും ഹാർബർ പാലവും ദീപാലങ്കൃതമാക്കിയാണ് ഓസ്ട്രേലിയൻ ജനത പുതുവത്സരത്തെ വരവേറ്റത്. സിഡ്നിയിൽ നിന്ന് സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊന്നായ ബ്രിസ്ബെയിൻ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഇന്ത്യൻ സമയത്തേക്കാൾ ഏകദേശം 5.5 മണിക്കൂറുകൾക്ക് മുൻപിലാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ ഇവിടെ പുതുവത്സരം പിറന്നു കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും ആദ്യം പുതുവത്സരം വന്നെത്തുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഓസ്ട്രേലിയ. പുതുവത്സര ആഘോഷത്തിനായി ജനങ്ങൾ നിരത്തുകളിലേക്ക് ഒഴുകുകയാണ്. ലോകത്ത് ഭൂരിഭാഗം പാശ്ചാത്യ രാജ്യങ്ങളിലും കടുത്ത ശൈത്യകാലത്താണ് പുതുവത്സരം വന്നെത്തുന്നത്. എന്നാൽ ഓസ്ട്രേലിയയിൽ കടുത്ത വേനൽക്കാലത്താണ് പുതുവത്സരം വന്നെത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പുതുവത്സര ആഘോഷങ്ങൾക്കായി ജനങ്ങൾ നിരത്തുകളിൽ നിറയുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ വർഷവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഇവിടെ ഉച്ചകഴിഞ്ഞ് പൊതുഗതാഗതം തികച്ചും സൗജന്യമാണ്. നാളെ ഇവിടെ പൊതു അവധിയാണ്. അത്തരത്തിൽ വലിയ ആഘോഷങ്ങളുമായി ജനങ്ങൾ മുന്നോട്ട് പോകുന്നു. 2024 കടന്നു പോകുമ്പോൾ 2025 വലിയ പ്രതീക്ഷകളോടെയാണ് മലയാളികളടക്കമുള്ള ഓസ്ട്രേലിയൻ ജനത നോക്കി കാണുന്നത്. സാമ്പത്തിക മേഖലയിൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു 2024. രാജ്യത്ത് കോവിഡ് അനന്തരം നാണയപ്പെരുപ്പ നിരക്കിൽ വലിയ രീതിയിലുള്ള വർധനവാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പലിശ നിരക്കിൽ വലിയ രീതിയിലുള്ള വർധനവ് രേഖപ്പെടുത്തി. ഭവന വിപണിയിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ട ഒരു വർഷം കൂടിയായിരുന്നു 2024. ഇത്തരത്തിൽ സാമ്പത്തിക മേഖലയിൽ വലിയ തിരുത്തൽ നടപടികൾ ഉണ്ടാകും 2025 എന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കുടിയേറ്റ നയത്തിൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു 2024. വിദ്യാർത്ഥി വിസകളിലും സ്ഥിരതാമസ വിസകളിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായി. ഇക്കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കുടിയേറ്റ നയത്തിലും വരുന്ന വർഷം 2025 സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇളവുകൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മലയാളികളടക്കമുള്ള ഓസ്ട്രേലിയൻ ജനത വലിയ പ്രതീക്ഷകളോടെയാണ് 2025 ഉറ്റുനോക്കുന്നത്.